ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നിവിടെ ഏകദേശം 2 മണിയായി കേട്ടോ, ഉച്ച 2 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പള്ളിയിൽ പോയി വേദപാഠമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഓടിപ്പിടിപെടുത്ത് വീട്ടിലെത്തിയതുള്ളൂ. അപ്പോഴത്തേക്കും ഇന്നലെ അരച്ചു വെച്ച ദോശ കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് ശരിയാക്കാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചഭക്ഷണം ഇന്നത്തെ ദോശയാണ് കേട്ടോ. കാരണം ഇന്ന് പിന്നെ ഫ്രൈഡ് റൈസ് ഇരിപ്പുണ്ട്, കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഞങ്ങൾ വേദപാഠത്തിന് പള്ളിയിൽ പോയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഈ ദോശയൊക്കെ ഉണ്ടാക്കി കറി കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. കാരണം 2-3 മണിക്കൂർ വേദപാഠവും കുർബാനയൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ വിശക്കും. അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ ഈ സമയത്താണ് തിരിച്ചെത്തിയത് കേട്ടോ. പിന്നെ ഞായറാഴ്ചകളൊക്കെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമാണെന്നേ. എന്നാന്ന് വെച്ചാൽ എന്തോ ഒരു മനസാക്ഷിക്കുത്ത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞായറാഴ്ച ബാക്കി ദിവസങ്ങളൊന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഞായറാഴ്ചകൾ എന്നെ പറഞ്ഞാലും നമുക്ക് അത് ഏത് മതത്തിലാണ്, ഏത് വിശ്വാസത്തിലാണേലും നമുക്ക് അവനവരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അത് പോകുന്ന ഒരു സന്തോഷ സമാധാനം തന്നെയാണ്. എനിക്ക് ഞായറാഴ്ചകളിൽ എപ്പോഴും പണ്ടാണേലും ചെറുപ്പത്തിലാണേലും ചെറുപ്പത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഡാഡി രാവിലെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ നാട്ടിൽ ദിവസങ്ങൾ 6:45 കുർബാന ഉണ്ടല്ലോ, അതിനൊക്കെ രാവിലെ എഴുന്നേൽപ്പിച്ച് വിടും കേട്ടോ. എന്നിട്ട് പള്ളി കുർബാന എല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അത് അന്നത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച് വിടുന്നത് അല്ലേ, വിശ്വാസം. ബാക്കി പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന അവർ പഠിപ്പിച്ച് വിടുന്നു. ബാക്കി എല്ലാവരും ഇൻഡിപെൻഡൻ്റായി നമുക്ക് ചിറകുകൾ വെച്ച് നമ്മൾ പറക്കാനാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അവനവരുടേതായ സ്വന്തം വിശ്വാസത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിന് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചെറുപ്പം മുതലേ പള്ളിയിൽ, നമ്മുടെ നാട്ടിലെല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാർ അവനവരുടെ വിശ്വാസത്തിൽ അല്ലേ രാവിലെ അവനവരുടെ ഇതിലൊക്കെ പോകുന്നതാണ്. പിന്നെ ഞായറാഴ്ചകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ഉച്ചയ്ക്ക് 2 മണി വരെ കുർബാനയും ഈ പറഞ്ഞ പിന്നെ 2ാം കുർബാന ഉച്ചയ്ക്ക് 1 മണി 1:30 ആവും തീരുമ്പോൾ വേദപാഠവും കാര്യങ്ങളും. അതിന് ശേഷം എന്തെല്ലാം പരിപാടികളാണ് അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ്, ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇതാണ്ട് അടിപൊളി ദോശ, നല്ല ഫുള്ള് തുളയാണ് അല്ലേ, ഫുള്ള് ഹോൾസുള്ള സൂപ്പർ ദോശ. ഇതാണ്ടേ നമ്മുടെ റൈസ് കീപ്പർ. ചിലവർ വേറെ പേര് പറയും, റൈസ് കീപ്പർ എന്നല്ലോ. ഞങ്ങൾ റൈസ് കീപ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. റൈസ് കീപ്പ് ചെയ്യാനുള്ള സംഭവം ആയതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ റൈസ് കീപ്പർ എന്നൊക്കെ പറയും. എനിക്കിങ്ങനെ വട്ടത്തിൽ കറക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. എങ്ങനെയാണോ ഒഴിക്കുന്നത് അതുപോലെ തന്നെ കിടക്കണം. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പൊട്ടി തുളകൾ വരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്ട് ഇത് മഴയൊക്കെ പെയ്ത് കിടക്കുകയാണ്. ഇന്നലെ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. പിന്നെ ഇതുണ്ട്, കാറ്റൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അലക്കിയ തുണിയെല്ലാം മുറ്റത്തിടുമ്പോഴത്തേക്കും ഞാൻ വെയിൽ വരുമ്പോഴത്തേക്കും ഓടി മുറ്റത്ത് കൊണ്ടിടും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്യും. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. യൂണിഫോം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഷെഡിനകത്ത് തന്നെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ കാരണം മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, പിന്നെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഞങ്ങളും വിശ്വസിക്കുന്നു. ഇതാണ്ട് നമ്മുടെ ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കലക്കി വെച്ച മാവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ദോശയ്ക്ക് ഇന്നലത്തെ നമ്മുടെ പോർക്ക് കറിയൊക്കെ ഉണ്ട്. നമ്മുടെ അടിപൊളി നല്ല ചൂട് ദോശ, നമ്മുടെ തട്ടുകടയിലെ ദോശ പോലത്തെ ദോശ ഇങ്ങനെ പൊങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു രസമല്ലേ അല്ലേ. പിന്നെ എപ്പോഴും ചോറൊക്കെ ആകുമ്പോഴത്തേക്കും അതും ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പിള്ളേർക്ക് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ സൈഡായി പോയി. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പള്ളിയിൽ പോയത്. കാരണം പള്ളി ഒരു 3 മണിക്കൂറുണ്ടല്ലോ.
കുർബാനയും ഭേദപാടമൊക്കെ. അപ്പം പിന്നെ ഒന്ന് കഴിക്കാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം പിള്ളേർക്ക് ഞങ്ങളെല്ലാവരും രാവിലെ ദോശ കഴിച്ചു. ദോശയും കറിയും എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോയി. പിന്നെ തിരിച്ചു വന്നു. ഇപ്പം ഈ സമയത്താണ് തിരിച്ചു വരുന്നത് കേട്ടോ. പിന്നെ സൺഡേകളിലൊക്കെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്തോ ഒരു മനസാക്ഷി കുത്താണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഷെയ്ക്ക് അടിച്ച പോലെ തന്നെ ഇന്നും ഞങ്ങൾക്ക് ഷെയ്ക്ക് അടിക്കാനാണ് എൻ്റെ പ്ലാന് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേദപാഠം കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ അൽദി കയറി കുറച്ച് നല്ല മാങ്കോ മേടിച്ചു കേട്ടോ. നല്ല പഴുത്താണ് മേടിച്ചിരിക്കുന്നത്. കാരണം പഴുത്ത അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇന്നലെ അത്രയ്ക്കങ്ങ് ആയില്ലായിരുന്നു. അൽദിന്ന് മേടിച്ച ഇത് ഒരു സംഭവമാണ് ഇത്. ഇതെന്തോ ഒരു ലെമൺ പൈ ആണ് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നാരങ്ങയുടെ നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എടുത്തേക്കാം എന്ന് വിചാരിച്ചു. മധുരമാണ്, കുറയ്ക്കണം എന്നൊക്കെ ചിന്തിച്ചാലും കൈ അങ്ങോട്ടേ പോകത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മധുരത്തിൻ്റെ അടുത്തോട്ടേ പോകത്തുള്ളൂ. കഴിക്കരുതെന്ന് മനസ്സിനെ തലച്ചോറിനെയും പഠിപ്പിച്ച് വെച്ചാലും അങ്ങോട്ടേ കൈ പോകത്തുള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? പിന്നെ ജീവിക്കുന്ന കാലത്ത് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണം അല്ലേ? ദൈവം തമ്പുരാൻ വിളിക്കുമ്പോഴത്തേക്ക് എപ്പോഴാണേലും പോകണ്ടേ? അതുകൊണ്ട് നല്ലത് കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ്. അത് വേറെ കാര്യം. ഇന്ന് തണുപ്പായിട്ടാണെന്ന് തോന്നുന്നു. സാമിന് നമ്മുടെ മുയലച്ചന് പുറത്തോട്ടിറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പുള്ളി ആ കിളികളുടെ കൂട്ടത്തിൽ അവരുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അവരുടെ രക്ഷകനായിട്ട് സാം ഇരിക്കുകയാണ് കേട്ടോ. കിളികളുണ്ടല്ലോ ആ ഷെഡിനകത്ത്, പക്ഷികൾ അവരുടെ കേജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്നെ കയറിയിരിക്കുവാണ്. നമ്മുടെ കുളം ഒന്ന് കാണിക്കാവേ. നമ്മുടെ കുളം നല്ല പച്ചപ്പ് വിരിച്ച് നമ്മുടെ കുളം കേട്ടോ. നമ്മുടെ ഒലീവ്സിൽ നല്ല ഒലീവ്സ് ഇതുണ്ട്, മുട്ടിടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പൊഴിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ പൊഴിഞ്ഞു പോകത്തില്ലേ ഇങ്ങനെ കുഞ്ഞതായി വരുമ്പോഴത്തേക്കും, അതുപോലെ ഇനി പൊഴിയുമോയെന്നറിയില്ല. കറി എൻ്റെ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്. പിന്നെ ഇതാണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇന്നത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം കേട്ടോ, ഉച്ചയ്ക്കത്തെ. പിന്നെ രാത്രിക്കത്തേക്ക് വേറെ ഫുഡ് ഉണ്ടാക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം പോയി, 1:30 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് വേഗം ദോശ ഉണ്ടാക്കി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര മധുരമാണ്. പിന്നെ നമ്മുടെ നാരങ്ങയുടെ രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര പിരിപിരിപ്പ് കേട്ടോ, എനിക്കും പിള്ളേർക്കും. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചത് ഇതങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ശരിയായിട്ടുള്ള രൂപം. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതുണ്ടോ, ഹീറ്റ് ഹോട്ട് ഓർ കോൾഡ്. അപ്പം നമുക്ക് ഹോട്ടായിട്ടും കോൾഡായിട്ടും നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹീറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതുണ്ടോ, ഡീഫ്രോസ്റ്റ് ടു സെർവ് കോൾഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എഴുതിയനുസരിച്ച് ഒരു മണിക്കൂറോളം ഇത് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. ഒന്ന് ഡീഫ്രോസ്റ്റൊക്കെ ആയി ഒന്ന് പുറത്തെടുത്ത് ആക്കാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ച് എന്നിട്ട് നമുക്ക് കഴിക്കാവുള്ളൂ. നമ്മൾ ആർത്തി പൂണ്ട് വേഗം കഴിക്കരുത്. അതുകൊണ്ട് ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഓക്കെ ആയിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറായി കേട്ടോ. അതിൻ്റെ അടിയിലുള്ള ഈ പേപ്പറൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞേ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചൊരെണ്ണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാരങ്ങയുടെ നല്ല രുചി. അതിൻ്റെ മുകളിൽ ഇതുണ്ടോ ക്രീമും കാര്യങ്ങളൊക്കെ. എന്നാ പറഞ്ഞാലും മധുരമാണ് കേട്ടോ. മധുരം വേണ്ടാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും മധുരം തന്നെയാണ് വായിലേക്ക് എപ്പോഴും പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇത് ഞാൻ വല്ലപ്പോഴും മേടിക്കാറുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് മേടിച്ചതേ ഉള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്, ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.